ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ ഡിഷസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ചോറുണ്ട്, പിന്നെ കൂർക്കക്കറിയുണ്ട്, പിന്നെ മോരുകറിയുണ്ട്, പിന്നെ അതുകൂടാതെ ബീഫുണ്ട്, പിന്നെ മുളക് ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്. ഇതൊക്കെയായിരുന്നു എനിക്കിന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പം നമ്മുടെ കിച്ചൺ ഇതേപോലെയാകും. എൻ്റെ കിച്ചൺ ഇങ്ങനെ ആവും കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒതുക്കുക എന്ന് പറയുന്നൊരു വല്ലാത്ത ടാസ്ക്കാണ്. അതിലേറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ജോബാണ് നമ്മുടെ ഈ സ്റ്റൗ ക്ലീനിങ്. അപ്പം എനിക്കിതിന് മുമ്പ് ഞാൻ വീടിൻ്റെ വീഡിയോ ഇടാൻ നേരം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത്, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സിഫിൻ്റെ ഈ ഒരു സൊല്യൂഷനാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റൗവിൻ്റെ ബർണർ, പിന്നെ അതുകൂടാതെ സ്റ്റാൻഡ്, ഇതെല്ലാം എടുത്തിട്ട് ഞാൻ സിങ്കിനകത്ത് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്തിടും സിഫ് സൊല്യൂഷൻ ഒഴിച്ചിട്ട്. പിന്നെ അതുകൂടാതെ ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് അതിലും ഇതേപോലെ തന്നെ സിഫ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ചിമ്മിനിയും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യും. അതിനുശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിങ്കിൽ നിന്ന് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ടർക്കിയോ അല്ലെങ്കിൽ ഈവൻ ഒരു ക്ലോത്തോ വിരിച്ചിട്ട് അവിടെ ഞാനിങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കും. നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ട് റീസെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ എന്തൊരു മനസ്സമാധാനമാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ